മനസ്സ് പറയാതെ അറിയുന്ന ചില ആളുകളുണ്ട്. അവരാണ് സ്നേഹത്തെ മനോഹരമായി തിരിച്ചറിയുന്നത്. അതുകൊണ്ട് മനസ്സ് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ ഈ കണ്ണുകൾക്ക് സാധിക്കുമല്ലോ. ചെറുചിരിയോടെ പറഞ്ഞവളുടെ കൈവിട്ട് അവൻ തിരിഞ്ഞപ്പോൾ അവളുടെ ഹൃദയത്തിലും ഒരു കുളിർമ അനുഭവപ്പെട്ടിരുന്നു. കൊച്ചേ. പുറത്തുനിന്ന് വിളി കേട്ടപ്പോഴാണ് പെട്ടെന്ന് അവൾ പുറത്തേക്ക് ചെന്നത്. നോക്കിയപ്പോൾ അവിടുത്തെ അമ്മച്ചിയാണ്. നിങ്ങൾ രാവിലെ എങ്ങാണ്ട് അച്ചായൻ്റെ അടുത്ത് ചെന്നതാണെന്ന് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ സമയം എത്രയായി? നല്ല ക്ഷീണം കാണും. കുളിച്ചു മാറാനൊന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. ഇതാ വെച്ചോ. ഇത് മോൻ്റെയാ. അവൻ്റെ അളവ് തന്നെയാണെന്ന് തോന്നുന്നു. കൊച്ചിൻ്റെ കെട്ടിയോൻ്റെ അളവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇതെൻ്റെ മോളുടെയാ. ഇത് മോൾക്ക് ഇത്തിരി ലൂസായിരിക്കും. എങ്കിലും രാത്രി ഇടാൻ ഇതൊക്കെ മതി. ഇതൊക്കെ പുതിയതാണ് കേട്ടോ. അവരാരും ഇട്ടിട്ടില്ല. അവർ വരുമ്പോൾ പുതിയത് ഇട്ടോട്ടെ എന്ന് കരുതി ഞങ്ങൾ വാങ്ങി വെച്ചതാ. ഇതിപ്പോൾ നിങ്ങൾക്ക് കുളിച്ചു മാറാനാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുതരാട്ടോ. അതോ നിങ്ങൾ അങ്ങോട്ട് വരുമോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അമ്മച്ചി വാചാലയായി പറയുകയാണ്. അയ്യോ, അതൊന്നും വേണ്ട അമ്മച്ചി. ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അരിയും മറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയേനെ, ശ്രുതി പറഞ്ഞു. അത് സാരമില്ല കൊച്ചേ. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ അവിടുന്ന് കൊണ്ടുവന്നോളാം. അതൊന്നും സാരമില്ലെന്നേ. നിഷ്കളങ്കമായ ചില മനുഷ്യരുടെ സ്നേഹം കൂടി മനസ്സിലാക്കുകയായിരുന്നു അവള്. അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയെങ്ങും സഞ്ജയെ കാണുന്നുണ്ടായിരുന്നില്ല. അടുക്കളയും കടന്ന് അവൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മൊബൈൽ ഫോണും ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ് അവൻ. ഇവിടെയെങ്ങും റേഞ്ചില്ല. അപ്പുറത്ത് ചേട്ടൻ്റെ മക്കളൊക്കെ വിളിക്കുമെന്നല്ലേ പറഞ്ഞത്. അവിടെ റേഞ്ച് കാണുമല്ലോ. അല്ലെങ്കിൽ അവിടെ ലാൻഡ് ഫോൺ ഉണ്ടായിരിക്കും. അവിടുന്ന് ഒന്ന് വിളിച്ചു പറയാമായിരുന്നു, സഞ്ജയ് പറഞ്ഞു. ശരിയാ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഞാനത് ഓർത്തില്ല, ശ്രുതി പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നല്ല ഓർമ്മയാ. ആവശ്യമുള്ളതൊന്നും ഓർക്കാറില്ല. അവളുടെ മുഖത്തേക്ക് നോക്കി ഒട്ടൊരു കുസൃതിയോടെ അവൻ പറഞ്ഞു. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സാറിന് ആവശ്യമില്ലാതായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വിട്ടുകൊടുക്കാൻ അവളും തയ്യാറായിരുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞതുകൂടി തിരിച്ചെടുത്തു പോരെ? കൈ തൊഴുതുകൊണ്ട് അവൻ ചോദിച്ചു. അപ്പുറത്തെ അമ്മച്ചി ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. സാറിനും എനിക്കും ഓരോ ജോഡി ഡ്രസ്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. കുളിച്ചു മാറാൻ പറഞ്ഞിട്ട് പോയി. ഇനി ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഭക്ഷണമൊന്നും വേണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ. ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടാണ് പോയത്. എങ്കിൽ പിന്നെ ഒന്ന് കുളിക്കാം, എന്നിട്ട് നമുക്ക് അവിടേക്ക് ചെല്ലാം. ഫോൺ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു പറയാലോ, സഞ്ജയ് പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് കുളിക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്. രാവിലെ മുതലുള്ള അലച്ചിലല്ലേ. അതും പറഞ്ഞവൻ ബാത്റൂമിൻ്റെ അരികിലേക്ക് പോയി. അവിടെ ചെന്ന് ആകപ്പാടെ ഒന്ന് നോക്കി. മുഖം ചുളിച്ച് തിരികെ ഇറങ്ങുന്നവനെ കണ്ടപ്പോൾ ശ്രുതിക്ക് ചിരി വന്നു. എന്താ സർ, ബാത്റൂമിൽ ഷവറൊന്നുമില്ലേ? പാവങ്ങളുടെ വീട്ടിൽ ഇത്രയ്ക്ക് സൗകര്യമേ കാണൂ, അവൾ ചിറികൂട്ടി. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ശ്രുതി, സഞ്ജയ് വീണ്ടും തൊഴുതു. എൻ്റെ ശ്രുതിയോ? ഞാൻ ഇന്നു മുതലാ സാറിൻ്റെ ശ്രുതിയായത്, അവൾ മൂക്ക് ചുവപ്പിച്ചു. എൻ്റെ പൊന്നു കൊച്ചേ, തന്നോട് കരയിൽ പറ്റില്ല, വെള്ളത്തിൽ കൂടെയും പറ്റില്ല എന്നാണല്ലോ. എൻ്റെ വായിന്നൊരു വാക്ക് നോക്കിയിരിക്കുക, അതിൽ പിടിച്ച് പ്രശ്നമുണ്ടാക്കാൻ, സഞ്ജയ് പറഞ്ഞു. ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. എൻ്റെ ശ്രുതി എന്ന് വിളിക്കേണ്ട ആളെനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളായിരിക്കണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്നത് ഞാൻ കേൾക്കേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല. അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്പം തമാശയോടെയാണ് അവൾ അത് പറഞ്ഞത്. എങ്കിലും വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു നൊമ്പരമുയർത്തി. താനവൾക്ക് ആരുമല്ലേ. അവളത് പറയുമ്പോൾ അത് തൻ്റെ നെഞ്ചിനെ കുത്തി നോവിക്കുന്നുണ്ടെന്ന് അവനും തോന്നിയിരുന്നു. ബാത്റൂം ഭയങ്കര ചെറുതാണ്. ഞാൻ അതുകൊണ്ടാണ് മുഖം ഒന്ന് ചൊളിച്ചത്. പിന്നെ ഇവിടെ പൈപ്പും ഇല്ല. അപ്പം പിന്നെ വെള്ളം കോരേണ്ടി വരുമല്ലോ. അതാണ് ഞാനൊന്ന് ഞെട്ടിയത്, സഞ്ജയ് പറഞ്ഞു. അതാണോ കാര്യം? അതിനല്ലേ കിണർ. കണ്ടില്ലേ, തൊട്ടുപുറകിൽ തന്നെ കിണറുള്ളത്. അതൊരു ബക്കറ്റിലേക്ക് കോരിയെടുക്കൂ, എന്നിട്ട് കുളിക്കൂ. അത്രയുള്ളൂ പ്രശ്നം കഴിഞ്ഞില്ലേ? അവൾ പറയുന്നത് കേട്ട് അവൻ കിണറിൻ്റെ അരികിലേക്ക് പോയിരുന്നു. അതിൽ തന്നെ വെച്ചിരിക്കുന്ന തൊട്ടിയും കയറും എടുത്ത് കിണറ്റിലേക്കിട്ടു. സ്യൂട്ടും കോട്ടും ഇട്ട് അവൻ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത് കണ്ട് അവൾക്ക് ചിരി വന്നു പോയിരുന്നു. എങ്കിലും ചിരി അടക്കി അവൾ അവൻ്റെ പ്രവൃത്തിയെ തന്നെ നോക്കി നിന്നു. തൊട്ടി നിറച്ച് വെള്ളം വാരാത്തത് കൊണ്ട് തന്നെ തൊട്ടി നന്നായി ഉലയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ ആ പ്രവൃത്തിയിൽ വലിയ പരിചയമില്ലെന്ന് കാണിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. ചെറുചിരിയോടെയാണ് അവൾ ആ കാഴ്ച കണ്ടത്. 1-2 വട്ടം അവൻ അങ്ങനെ തന്നെ ചെയ്തുവെങ്കിലും വെള്ളം ശരിക്കും പകുതി പോലും ബക്കറ്റിലായില്ല. അവൻ നന്നേ ക്ഷീണിക്കുകയും ചെയ്തു. സാറ് മാറ്, ഞാൻ കോരിത്തരാം,
വേണ്ട, തനിക്ക് ആരുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. നെറ്റിയിൽ നിന്നും വിയർപ്പ് തൂത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇത് നല്ല പാട്. ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ പറയും ആ വിഷയം സംസാരിക്കേണ്ടത്. ആരെങ്കിലും അല്ലെന്ന് പറഞ്ഞാൽ കുത്തി നോവിക്കുകയും ചെയ്യും. ഇതെന്തൊരു സ്വഭാവമാണ് എൻ്റെ അപ്പാ. മറ്റെവിടെയോ നോക്കി ശ്രുതി പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു. ഒന്നും പറയാതെ കയർ അവൾക്ക് നേരെ നീട്ടി അവൻ മാറി നിന്നു. ചെറുചിരിയോടെ തന്നെ അവൾ പെട്ടെന്ന് വെള്ളം കോരി 3 വട്ടം അവൾ കോരിയപ്പോൾ തന്നെ ബക്കറ്റ് നിറഞ്ഞു. അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇതെന്ത് മാജിക്ക്! പെട്ടെന്ന് താൻ കോരിയപ്പോൾ പെട്ടെന്ന് നിറഞ്ഞല്ലോ. ഇത് മാജിക് ഒന്നുമല്ല എൻ്റെ സാറേ, വെള്ളം കോരാൻ അറിയാഞ്ഞിട്ടാണ്. അവൾ തന്നെ ബക്കറ്റ് എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചു. വേറൊരു വലിയ ബക്കറ്റുമായി തിരികെ വരികയും ചെയ്തു. അതിലും നിമിഷ നേരം കൊണ്ട് അവൾ വെള്ളം നിറച്ചു. അതെടുക്കാൻ പോകുന്നവളെ അവൻ തടഞ്ഞു. ഞാൻ എടുക്കാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. സാറിന് അതൊന്നും പരിചയമില്ലല്ലോ. നടുവും അല്ല ഒളുക്കിയ ഞാൻ സാറിനെ കൊണ്ട് ഇവിടെ ഏത് ഹോസ്പിറ്റൽ കൊണ്ടുപോവാനാണ്? സാറും കൂടി കിടന്നാലേ നമുക്ക് നാളെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ചെറുചിരിയോടെ പറഞ്ഞിട്ട് പോകുന്നവളെ അവനൊരു ചിരിയോടെ തന്നെ നോക്കിയിരുന്നു. കുറച്ചു സമയത്തേക്ക് മറ്റെല്ലാ ചിന്തകളെയും മറക്കാൻ അവൻ ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു. ഈ കുറച്ച് സമയം താനും അവളും മാത്രം മതിയെന്ന് അവന് തോന്നി. അവളുടെ ചെറിയ ചില കുസൃതികളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഇത്രയും അടുത്ത് ഇങ്ങനെ അവളുടെ സംസാരങ്ങളും കുസൃതികളുമായി കഴിയാൻ ഇനിയൊരു അവസരം ചിലപ്പോൾ തനിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റു വേദനകളെയും പ്രശ്നങ്ങളെയും ഒക്കെ കുറച്ച് സമയത്തേക്ക് മനഃപൂർവ്വം മറക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. വെള്ളമൊക്കെ സെറ്റാണ്, ഇനി കുളിച്ചോ? അവൾ പുറത്തിറക്കിറങ്ങി പറഞ്ഞിരുന്നു. ചെറുചിരിയോടെ അവൻ അകത്തേക്ക് ചെന്നു. അപ്പോൾ തന്നെ അമ്മച്ചി കൊണ്ടുവന്ന് വെച്ച അവന് വേണ്ടിയുള്ള ബനിയനും ലുങ്കിയും അവൾ അവന് നേരെ നീട്ടി, ഒപ്പം ഒരു തോർത്തും. രണ്ടുപേരും പരസ്പരം കുറച്ചു സമയം നോക്കി നിന്നു പോയിരുന്നു. രണ്ടുപേരുടെയും വിഴികളിൽ ഒളിപ്പിച്ച പ്രണയം നിറഞ്ഞു നിന്നു. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ ഇതാണ്. ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ഷോണിമേറുന്ന മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൻ കുളി കഴിഞ്ഞ് തിരികെ വന്നിട്ടും ശ്രുതി ഒരു മായാവലയത്തിൽ തന്നെയായിരുന്നു. അവൻ തീർത്തിട്ട് പോയ മാന്ത്രിക വലയത്തിനുള്ളിൽ പെട്ടുപോയിരുന്നു അവൾ. ഈ നിമിഷം താൻ സന്തോഷവാനാണെന്ന് അവൻ പറയുമ്പോൾ തൻ്റെ സാന്നിധ്യം മാത്രമേ അവനിൽ സ്വാധീനം ചെലുത്തിയെന്നല്ലേ അതിനർത്ഥം? എന്നിട്ടും എന്തേ തന്നെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ കൈകൾക്കൊരു ബലക്ഷയം? തന്നോട് മനസ്സ് തുറക്കാൻ അവൻ്റെ ഹൃദയത്തിനൊരു തടസ്സം? അതായിരുന്നു അവളിൽ നിറഞ്ഞു നിന്ന ചോദ്യം. അതെന്താണെങ്കിലും ഈ നിമിഷത്തെ സന്തോഷത്തിൽ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു പോയി. അത്രമേൽ അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവൻ നൽകിയ ആ വാക്ക്. താൻ കുളിക്കുന്നില്ലേ? തിരികെ വന്നവൻ ചോദിച്ച ചോദ്യമായിരുന്നു അവളെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത്. ചെറിയൊരു ചിരി സമ്മാനിച്ചവൾ ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞതും അപ്പുറത്തേക്ക് പോകാമെന്ന് സഞ്ജയ് തന്നെയാണ് പറഞ്ഞത്. രണ്ടുപേരും അപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇരുട്ട് വീണിരുന്നു. മൊബൈലിൻ്റെ ടോർച്ച് വെളിച്ചത്തിലാണ് രണ്ടുപേരും അവിടേക്ക് ചെന്നത്. അപ്പോൾ സന്ധ്യാപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും വൃദ്ധനും മുട്ടുകുത്തി നിന്ന് കൊന്ത എത്തിക്കുന്നു. ഇതിനിടയിൽ ശല്യപ്പെടുത്താതെ ഇരുവരും വരാന്തയിലേക്ക് മാറിയിരുന്നു. ഇതിനിടയിൽ കണ്ണുകൾ പരസ്പരം പലകുറി കഥകൾ കൈമാറി. പക്ഷേ ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. വാക്കുകളുടെ അകമ്പടിയില്ലാതെ അനുരാഗത്തിൻ്റെ മനോഹാരിത ഇരുവരും അറിയുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞതും ലൈറ്റുകൾ തെളിഞ്ഞു. പെട്ടെന്ന് അമ്മച്ചി രണ്ടുപേരും വെളിയിൽ ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു പോയിരുന്നു. എന്നെ പിള്ളാരെ വിളിക്കാഞ്ഞേ? അമ്മച്ചി ചോദിച്ചു. പ്രാർത്ഥിക്കുകയല്ലേ, അതിനിടയ്ക്ക് തടസ്സം നിൽക്കേണ്ടെന്ന് കരുതിയാണ്. സഞ്ജയാണ് മറുപടി പറഞ്ഞത്. കൊള്ളാം, കേറി വാ. അമ്മച്ചി വിളിച്ചപ്പോൾ അകത്തുനിന്ന് വൃദ്ധനും ഇറങ്ങി വന്നിരുന്നു. നിങ്ങളായിരുന്നോ? ഞാൻ ഓർക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇവൾ ആരോടായി വർത്താനം പറയുന്നതെന്ന്. സഞ്ജയ് ഒന്ന് ചിരിച്ചു. ഇവിടെ ലാൻഡ് ഫോൺ ഇല്ലേ? ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയാൻ വേണ്ടി വന്നതാ, സഞ്ജയ് പറഞ്ഞു. ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. വേറെ ഫോണിലൊന്നും ഇവിടെ റേഞ്ച് കിട്ടില്ല. അത് ഇന്നലെ കേടായി, അമ്മച്ചി പറഞ്ഞപ്പോൾ നിരാശയോടെ സഞ്ജയ് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഈ ലോകത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. മറ്റെന്തോ ചിന്തകളിൽ വിഹരിക്കുകയായിരുന്നു. മൊബൈലിൽ റേഞ്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ ലാൻഡ് ഫോൺ ഉണ്ടായിരിക്കുമെന്ന് ഓർത്തു. എന്ത് ചെയ്യാനാ, പിള്ളേരെയും വിളിച്ചിട്ട് 3-4 ദിവസമായി. ശരിയാക്കാൻ വരാമെന്ന് പറഞ്ഞവൻ ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. 2 പ്രായമായവർ ആയതുകൊണ്ട് എങ്ങനെ വേണേലും പറ്റിക്കാലോ. 3-4 ദിവസമായി പിള്ളേരുടെ ശബ്ദമൊന്ന് കേട്ടിട്ട്, അതുകൊണ്ടൊരു സമാധാനവും ഇല്ല, അമ്മച്ചി പറഞ്ഞു. നാളെ അവൻ വരുമെന്ന് പറഞ്ഞത് ശരിയാക്കാൻ. ഇല്ലെങ്കിൽ നാളെ വെളുപ്പിനെ അടിവാരത്ത് പോകുമ്പോൾ അവിടുന്ന് ഫോൺ വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ. ഒരു രാത്രിയുടെ കാര്യമല്ലേ, വൃദ്ധൻ പറഞ്ഞു. ആരോടും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല.
നിങ്ങൾ കെട്ടിയവനും കെട്ടിയോളും ഒരുമിച്ചുണ്ടല്ലോ. സാധാരണ ഭാര്യമാരെ കാത്തിരിക്കുമ്പോഴല്ലേ ഭർത്താക്കന്മാർക്ക് ആദി. അമ്മച്ചി പറഞ്ഞപ്പോൾ സഞ്ജയ് ഒളി കണ്ടിട്ട് ശ്രുതിയെ ഒന്ന് നോക്കി. അമ്മച്ചിയുടെ സംസാരം അവളിൽ സന്തോഷം നിറച്ചിട്ടുണ്ട് എന്ന് വിടർന്ന ആ മുഖഭാവം അവന് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ ഏതായാലും കയറി വാ, വീടൊക്കെ ഒന്ന് കാണാം. അദ്ദേഹം പറഞ്ഞപ്പോൾ മറുത്തൊന്നും പറയാതെ സഞ്ജയ് അകത്തേക്ക് കയറിയിരുന്നു. സഞ്ജയുടെ വീടിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയായിരുന്നു വൃദ്ധൻ. ബിസിനസ് നടത്തുകയാണ് എന്ന് മാത്രമാണ് സഞ്ജയ് പറഞ്ഞിരുന്നത്. കൊച്ചിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ശ്രുതിയോട് വിശേഷം ചോദിച്ചിട്ട് അമ്മച്ചിക്ക് മതിയാകുന്നില്ല. എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും അനിയനും. നിങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ? തമാശയോടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി അമ്മച്ചി ചോദിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ട് അവനെ ഒന്ന് നോക്കി. അവൻ്റെ ചുണ്ടിലുണ്ടൊരു കുസൃതി ചിരി. ഇത് അമ്മച്ചിക്ക് എങ്ങനെ മനസ്സിലായി എന്നായിരിക്കും? എനിക്കൊരാളുടെ മുഖം കണ്ടാൽ അറിയാം. അമ്മച്ചി പറഞ്ഞപ്പോൾ വൃദ്ധൻ അവരെ നിസ്സഹായതയോടെ നോക്കിയിരുന്നു. സഞ്ജയ് ചെറുചിരിയോടെ വൃദ്ധനെ എതിരേറ്റു. അവന് പ്രശ്നമില്ലെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ മുഖത്തും ഒരല്പം ആശ്വാസം തെളിഞ്ഞു കാണാമായിരുന്നു. അല്ലേ? വിടാൻ ഭാവമില്ലാതെ വീണ്ടും അമ്മച്ചി ചോദിക്കുകയാണ്. അത് പിന്നെ സത്യം അമ്മച്ചി, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഒരുപാട് നാളത്തെ സ്നേഹത്തിനു ശേഷം ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു കല്യാണമായിരുന്നു. ഉത്സാഹത്തോടെ ശ്രുതി പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ സഞ്ജയ് അവളെ തന്നെ നോക്കി. ആന്നോ? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ കണ്ടതൊക്കെ? അമ്മച്ചി ചോദിച്ചു. ഇവളുടെ ഒരു കാര്യം, ഇവൾ ഇങ്ങനെയാണ്. ആരെങ്കിലും കിട്ടിയ ചികഞ്ഞു കാര്യങ്ങൾ ചോദിക്കും. അവരെ അല്പം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വൃദ്ധൻ മറുപടി പറഞ്ഞു. അത് സാരമില്ല, ഇതൊക്കെ എപ്പോഴും ഓർമ്മിക്കാനും പറയാനും സന്തോഷമുള്ള കാര്യങ്ങളല്ലേ? ശ്രുതി ഉത്സാഹത്തോടെ പറഞ്ഞു. ഇതുവരെ തനിക്ക് പരിചയമില്ലാത്തൊരു ശ്രുതിയെയാണ് സഞ്ജയ് അവിടെ കണ്ടത്. നമുക്കിഷ്ടപ്പെട്ട ആളെ തന്നെ ജീവിത പങ്കാളിയായി കിട്ടുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അത് പിന്നെയും ഓർമ്മിക്കാനും മറ്റുള്ളവരോട് പറയാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അങ്ങനെയൊരു സന്തോഷം എനിക്കുണ്ട്. അത് പറയാനുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ സാറിൻ്റെ ഓഫീസിലെ ജോലിക്കാരിയായിരുന്നു, സാറിൻ്റെ പേഴ്സണൽ സെക്രട്ടറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് ചെന്നൈയിൽ ഒരു മീറ്റിങ്ങിന് പോയി. 2 റൂമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. എൻ്റെ റൂമിൻ്റെ അടുത്തായിട്ട് കുറച്ച് വഷളന്മാർ വന്നു. അവരെന്നോട് മോശമായിട്ട് ഇടപെടാൻ തുടങ്ങി. സാർ അപ്പോൾ സിനിമ സ്റ്റൈൽ അവരെയൊക്കെ വിരട്ടി എന്നെ രക്ഷിച്ചു. പിന്നെ ഞാൻ ബോധം കെട്ട് വീണപ്പോൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. എനിക്ക് കാവലിരുന്നു. ഒരു രാത്രി മുഴുവൻ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഈ സമയങ്ങളിലൊക്കെ മോശമായിട്ടൊരു വാക്കോ പ്രവൃത്തിയോ സാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കില്ലേ അങ്ങനെ ഒരാളെ? ആ നിമിഷം വീണു പോയതാണ് ഞാൻ ഈ കാര്യം സാറിനോട് പറഞ്ഞപ്പോൾ സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. എന്നോട് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ പരസ്പരം മനസ്സറിഞ്ഞപ്പോൾ വിവാഹമല്ലാതെ മറ്റൊരു തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുള്ള വീട്ടിലെയാ. അതുകൊണ്ട് സാറിൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സാറ് സ്ട്രോങ് ആയതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ്. ഒരു വലിയ കഥ പറഞ്ഞു കഴിഞ്ഞതും സഞ്ജയ് അമ്പരപ്പോടെ അവളെ നോക്കി. തൻ്റെ മനസ്സിൽ അവൾക്ക് എപ്പോൾ മുതലാണ് സ്ഥാനമുണ്ടായി തുടങ്ങിയത് എന്നും എന്ത് കാരണമാണ് തന്നെ സ്നേഹിക്കാൻ അവൾക്കുള്ളത് എന്നും ആ വാക്കിലൂടെ തന്നെ അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അവളുടെ ആഗ്രഹങ്ങളാണ് അവളീ പറയുന്നതെന്ന് അവന് വ്യക്തമായി. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് നിങ്ങൾ കുട്ടികളെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മച്ചി വീണ്ടും ആ വിഷയം എടുത്തപ്പോൾ അറിയാതെ ശ്രുതിയുടെ ചുണ്ടിലും ഒരു ചിരി വന്നിരുന്നു. എന്നെ പറയാനാ അമ്മച്ചി? ഞാൻ എപ്പോഴും പറയുന്നതാണ് സഞ്ജുവേട്ടനോട് ഇക്കാര്യം നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ടെന്ന്. അപ്പോൾ ആള് പറയുന്നത് ബിസിനസ്സിൻ്റെ തിരക്കൊക്കെ കഴിയട്ടെ ശ്രുതി, എന്നിട്ട് മതി നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നത് എന്ന്. കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ കുറച്ചൊതുക്കി എപ്പോഴും എൻ്റെയും കുഞ്ഞിൻ്റെയും ഒപ്പം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പ് പറഞ്ഞപ്പോൾ ഞാനും കരുതി എങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടമെന്ന്. ഉത്സാഹത്തോടെ പറയുന്നവളെ അത്ഭുതത്തോടെ തന്നെയാണ് സഞ്ജയ് നോക്കിയത്. ഒരു കണ്ണിറുക്കി അവനെ നോക്കി അവൾ ഒന്ന് ചിരിച്ചിരുന്നു. വൃദ്ധനും അമ്മച്ചിയും നോക്കിയപ്പോഴേക്കും വിളരൊരു പുഞ്ചിരി സഞ്ജയ് നൽകി.